നിങ്ങൾക്ക് തെറ്റി മനുഷ്യ. അവിനാഷിന്റെ പ്ലാനിങ് അനുസരിച്ച് എല്ലാം നടന്ന ഞാൻ തന്നെയാ DKയുടെ അമ്മായിയമ്മ. രണ്ട് ബലിമൃഗങ്ങൾ, DKയും ജ്യോതി. നീ അറിയുന്നില്ലല്ലോ DK, ഇവിടെ നടക്കാൻ പോകുന്ന പൂരം എന്താണെന്ന്. എടി ജ്യോതി, നീ വലതുകാൽ വച്ച് കയറുന്നത് ഞാൻ ഒരുക്കിയ പത്മവ്യൂഹത്തിലാണ്. ഇനി നിനക്ക് അവിടുന്നൊരു തിരിച്ചു പോക്കില്ല. നീ മിസ്സിസ് ഹിറ്റ്ലർ ആവാൻ പോവാ. നിനക്കിഷ്ടമില്ലാത്ത DKയുടെ താലി അണിഞ്ഞ് അവന്റെ കൂടെ നിന്റെ ജന്മം കണ്ണീര് കുടിച്ച് തീരും ജ്യോതി. ഈ മണ്ഡപത്തിൽ നടക്കാൻ പോകുന്നത് DKയും സിത്താരയും തമ്മിലുള്ള വിവാഹമല്ല, രണ്ട് ശത്രുക്കൾ തമ്മിലുള്ള വിവാഹമാണ്. DKയും നീയും. കീരിയും പാമ്പും തമ്മിലുള്ള കല്യാണം. പത്മേച്ചി. മോളെവിടെ? ഒരുക്കം ഇതുവരെ തീർന്നില്ല. മുഹൂർത്തത്തിന് ഇനി 40 മിനിറ്റ് ഉണ്ട്. DKക്ക് വേണമെങ്കിൽ റെസ്റ്റ് റൂമിൽ വിശ്രമിക്കാം. വേണമെന്നില്ല. DK, മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് വേദിയിലേക്ക് വന്നാ മതി. അതുവരെ റൂമിലിരുന്ന് റെസ്റ്റ് എടുക്കുന്നതാ നല്ലത്. പറയുന്ന കേക്കടാ കണ്ണ. ഈ ദിവസം നിന്റെ ഒരു ഉത്തരവ് നടപ്പാവൂല. എന്താ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ശരി, അമ്മയുടെ ഇഷ്ടം. എന്നാ വരൂ. ഇയാളെന്തിനാ ഇപ്പൊ വിളിക്കുന്ന? ഞാനിപ്പോ വരാമേ. എന്റെ ദൈവമേ, ഇയാളിനി എന്താണാവോ പറയാൻ പോകുന്നേ? നഷ്ടപരിഹാരത്തിന്റെ കാര്യം തന്നെ ആയിരിക്കും. ഇയാളെ ഇപ്പൊ എങ്ങനെയാ ഡീൽ ചെയ്യാ? ശല്യം. ഹലോ സോമേട്ടാ. വേണ്ട, നീ എന്നെ സോമേട്ടാന്ന് മേലിൽ വിളിക്കരുത്. എന്റെ കാശ് എത്രയാ പോയെന്ന് നിനക്കറിയാമോ? അതുകൊണ്ട് നീ എന്നെ സോമനങ്ങളെന്ന് മാത്രം വിളിച്ചാ മതി. സോമനങ്കിൾ. ഇപ്പൊ കറക്റ്റായി. അതെ, നീ ആ മഞ്ഞൾ കല്യാണം മുഴുവൻ കലക്കി നാശമാക്കി. എടി, 3 അടി നീളമുള്ള നീ എനിക്ക് 3 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാക്കി വെച്ചത്. ആ കാശ് എനിക്ക് നീ തന്നേ പറ്റൂ. ഞാനോ? ഇങ്ങനെ കണ്ണു ചോരയില്ലാതെ പറയല്ലേ സോമനങ്കിളെ. എടി എടി എടി, നീ കിടന്ന് കുണുങ്ങല്ലേടി കുരുട്ട് കണക്കെ. എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കോടതി കയറ്റോടി. നിന്റെ ഒപ്പിട്ട എഗ്രിമെന്റ് പേപ്പർ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് വെച്ച് നിന്നെ ഞാൻ ജയിലിലാക്കും മോളെ. മര്യാദക്ക് വൈകുന്നേരത്തിന് മുമ്പ് എന്റെ പൈസ തന്നില്ലെങ്കിലാ. നിർത്തണോ കണ്ണ? എടോ കൊടവേറാ, ചപ്പളങ്ങ തലയാ. താൻ ആരുവാ? എന്നെ പോലൊരു പെണ്ണിനെ ഭീഷണിപ്പെടുത്താൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നടോ? കൈ ചുരുട്ടി തന്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ ഇടി തന്നോണ്ടല്ലോ. എന്താ? തന്റെ മൂക്കെ പപ്പടം പോലെ അങ്ങ് പൊടിഞ്ഞു പോവും. താൻ എന്താടോ കരുതിയത്? എന്നെ അങ്ങ് ജയിലിൽ കേറ്റാന്നോ? എടോ, ചെറിയൊരു പ്രശ്നം ഉണ്ടായതിന് ആ DKയുടെ മുഖത്ത് കേക്ക് തേച്ചവളാ ഞാൻ. എന്നിട്ട് ആ കേക്കിന്റെ കാശ് ഞാൻ വാങ്ങിച്ചു. എന്നോടാ തന്റെ കളി. ഇനി ഇതും പറഞ്ഞെങ്ങാനും എന്നെ വിളിച്ച തന്റെ കൊടവേറെ ഞാൻ കുത്തി പൊട്ടിക്കും, കേട്ടോ? അത് ഫോൺ. അയ്യോ,
അയാളുടെ ഒരു 3 ലക്ഷം. അയ്യോ എടുത്ത് മാറ്റും. അയ്യോ, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ എണീക്കാനോ? എഴുന്നേറ്റ് മാറാൻ. അയ്യോ മാറാൻ. അമ്മേ. എന്തെങ്കിലും പറ്റിയോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. അയ്യോ, നിങ്ങൾക്കല്ല, ഈ തൂണിന് എന്തെങ്കിലും പറ്റുമെന്നാ ചോദിച്ചത്. നിന്റെ മുഖം എന്റെ മുമ്പിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ നീ കല്യാണത്തിന് എന്തിനാ വന്നേ? അമരാവതിയിലെ അമ്മ കല്യാണക്കുറിയും കൊണ്ട് വീട്ടിൽ വന്ന് ക്ഷണിച്ചതുകൊണ്ട്. ഹിറ്റ്ലർ, all the best. All the best for your married life. പൊടി. എന്റെ അമ്മേ. നിന്റെ ഓർമ്മകൾ കൊണ്ട് ഞാൻ വരച്ച വൃത്തത്തിനകത്തേക്ക് വേറൊരു പെണ്ണ് കടന്നു വരാൻ പോവുക. നിന്റെ ഓർമ്മകളുമായി എന്റെ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കായിരുന്നില്ലേ ഞാൻ? അവിടേക്കാ നീ തന്നെ ഒരുത്തിയെ കയറ്റിവിടുന്നത്. എന്തിനായിരുന്നു സുപ്രിയ ഇത് ചെയ്തത്? ഇങ്ങനൊരു ആഗ്രഹം നീ പറയുമെന്നോ അത് സാധിച്ചു തരാൻ വീണ്ടും വേറൊരു പെണ്ണിനെ 2ാം ഭാര്യ ആക്കേണ്ടി വരുമെന്നോ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. നിന്റെ ആഗ്രഹം സാധിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സുപ്രിയ. ഈശ്വര, അവിനാഷിന്റെ പ്ലാനിംഗ് പോലെ എല്ലാം നടന്നാ മതിയായിരുന്നു. എവിടെ അവിനാഷ് കാണുന്നില്ലല്ലോ. സിതാര, താരേച്ചി, ഞാൻ എത്ര നേരിട്ട് കാത്തിരിക്കാ. ഇതെവിടെ പോയി കിടക്കായിരുന്നു? അവളുമാരുടെ കണ്ണ് വെട്ടിച്ച അങ്ങോട്ട് വന്നേ. ദേ, എനിക്ക് നല്ല പേടിയുണ്ട്. താരേച്ചി തന്ന ഒറ്റ ധൈര്യത്തിലാ ഞാൻ എടുത്ത തലയിൽ വെച്ചത്. നീ ധൈര്യമായിട്ടിരിക്കടി. കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം DK നിന്നോട് ഒരകൽച്ചയൊക്കെ കാണിച്ചെന്നിരിക്കും. പക്ഷേ കുറച്ചു കഴിയുമ്പോ ആ ബലംപിടുത്തമൊക്കെ അങ്ങ് മാറും. ഒരു പെണ്ണ് വിചാരിച്ച മയക്കാൻ പറ്റാത്ത ആണുങ്ങളുണ്ടോടി ഈ ലോകത്ത്? DK ദുർവാസാവിന്റെ അവതാരമൊന്നും അല്ലല്ലോ നിന്നെ ശപിച്ച് ഭസ്മാക്കാൻ. അങ്ങനെ മുനിയായിട്ട് ചിതൽപുറ്റിനകത്ത് കേറിയിരുന്ന നീ ഒരു മേനകയാവണം. മേനകയോ? അതാരാ? നിന്റെ ഒരു കാര്യം എടി, മേനക, രംഭ, തിലോത്തമ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ദേവലോകത്തെ സുന്ദരിമാരാ, നർത്തകികൾ. അവര് വിചാരിച്ച മയക്കാൻ പറ്റാത്ത ആണുങ്ങൾ ദേവലോകത്ത് പോലും ഇല്ല. നിന്നെ കൊണ്ട് സാധിക്കും. അയ്യോ, ഞാൻ താരേച്ചിക്ക് ശിഷ്യപ്പെടാമേ. എന്തായാലും ഞാൻ ആദ്യം അമരാവതിയിൽ എത്തട്ടെ, DKയുടെ ഭാര്യയായിട്ടെ. പിന്നെ നമ്മൾ പൊളിക്കില്ലേ? അമരാവതി വീട് ഭരിക്കാൻ പോകുന്നത് ഇനി നമ്മളായിരിക്കും. നല്ല ചൂടുണ്ടല്ലോ മായേച്ചി.
ചൂട് വേണം, എങ്കിലല്ലേ കൈ പൊള്ളുള്ളൂ. താരേച്ചി, ദേ അവള് വരുന്നുണ്ട്. നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എന്താണ് 3 പേരും കൂടി ചിരാതൊക്കെ കത്തിച്ച് നേർച്ച വല്ലതും നടത്താനാണോ? അതെ, ഇത് ക്ഷേത്രമല്ല, ഹോട്ടലാ. നിന്നെ സ്വീകരിക്കാനേ താലപ്പൊലി ഒരുക്കാൻ പറ്റിയില്ല. എങ്കി പിന്നെ ഒരു ചെരാതെങ്കിലും കത്തിച്ച് വരവേൽക്കാമെന്ന് കരുതി. നീ കല്യാണത്തിൽ പങ്കെടുക്കുന്നതേ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. ഞങ്ങൾക്ക് മാത്രമല്ല, DKക്ക് ഇഷ്ടമല്ല. അറിയാം. അതറിയാമെങ്കിൽ അമ്മ വന്ന് വിളിച്ചതിന്റെ പേരിൽ വലിഞ്ഞു കയറി വന്ന നിനക്ക് ഒരു പണി തരും ഞങ്ങള്. എന്താടി പേടിച്ചു പോയോ നീ? എന്തും ചെയ്യാൻ കഴിവുള്ളവളാണെന്ന് നീയല്ലേ പറഞ്ഞത്? ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞങ്ങൾ പറയുന്നതൊന്ന് ചെയ്തു കാണിക്ക്. ഇല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയി എല്ലാവരും കാണുകെ വെളിയിൽ തള്ളും ഞങ്ങള്. ഇവക്ക് ധൈര്യമില്ല. നമ്മുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ പേടിയാ. പേടിയോ? എനിക്കോ? നിങ്ങളെ പേടിച്ച പിന്നെ എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുമോ? പറ, എന്ത് പണിയാ ചെയ്യണ്ടേ? ഈ ചെരാത് വെറും കൈകൊണ്ടെടുത്ത് ദാ ആ കാണുന്ന വിഗ്രഹത്തിനടുത്ത് കൊണ്ട് വെക്കണം. നിനക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതുവരെ നീ ചെയ്തതിനെല്ലാം ഞങ്ങളോട് മാപ്പ് പറഞ്ഞ് ഏത്തുവിടണം. നിന്റെ അനിയത്തെ കൊണ്ട് നീ ഇവിടെ തല്ലിച്ചതല്ലേ? അതിനും കൂടിയുള്ള ശിക്ഷയാണെന്ന് വിചാരിച്ചോ? ചെല്ല്. അടുത്ത 1 മിനിറ്റിനുള്ളിൽ പറ്റുമെങ്കിൽ നീ ഇതൊന്ന് ചെയ്തു കാണിക്കും. കാണട്ടെ നിന്റെ മിടുക്ക്. പറ്റാത്ത പണിക്ക് പോവല്ലേ കൊച്ചേ. ആ പട്ടിയുടെ പിന്നാലെ ഓടാൻ നിന്നെ കൊണ്ട് പറ്റില്ല. വെറുതെ മെനക്കെടണ്ട. നിന്നെ കൊണ്ട് പറ്റുന്ന പണി അല്ലത്. എന്തെങ്കിലും ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ ഇന്ന് വരെ നിന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഇവക്ക് ധൈര്യമില്ല. നമ്മുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ പേടിയാ. എന്താടി, നിന്നെ കൊണ്ട് പറ്റില്ലല്ലേ? എന്തൊരു വീരവാദമായിരുന്നു. എന്തും ചെയ്യാൻ കഴിയുന്നവൾ ഇപ്പൊ എന്തായി? നിർത്ത. പറ്റില്ല എന്നുള്ളൊരു വാക്കേ ജ്യോതിയുടെ നിഘണ്ടുവിലില്ല. നോക്കിക്കോ നീയൊക്കെ. അങ്ങനെയല്ല, ഉള്ളം കയ്യിൽ വെക്ക്. എടുക്ക്. വേണമെങ്കിൽ ഞാൻ എടുത്തുതരാം. കൈ മാറ്റ്.
ഇപ്പൊ ഞാൻ ജയിച്ചില്ലേ, ഇനി എനിക്ക് പോവാലോ അല്ലേ? അങ്ങനെ ഈസി ആയിട്ട് ജയിച്ചങ്ങ് പോയാലോ? ചിത്രേ, അതിങ്ങെടുത്തേക്ക്. അന്ന് നിന്റെ മെഹന്തിക്ക് നിന്റെ കയ്യില് മെഹന്തി ഇടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല. അതിന്റെ കുറവ് ഇപ്പൊ തന്നെ നികത്തിയേക്കാം. ചിത്രേ, എന്റെ കൈ കൈ ആക്കരുത്. കൈ വിട. എന്തായി കാണിക്കുന്നേ? ഇട്ടോ അവിടെ നിൽക്കാൻ. ഇട്ടോ ഇനി നിന്റെ കയ്യില് മെഹന്തി എഴുതിയില്ല എന്നുള്ള പരാതി വേണ്ട. പേരും കള്ളി. ഇതിനേക്കാളും ചേർച്ചയുള്ളൊരു വാക്ക് നിനക്ക് വേണ്ടി വേറെ കിട്ടാനില്ല. പൊയ്ക്കോ. വിവാഹം നടക്കുന്നതിന്റെ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത്. വാ. അച്ഛാ, അമ്മ എവിടെ പോയി? അവളുടെ കാര്യല്ലേ, വല്ല പരിചയക്കാരെയും കണ്ടു എഴുന്നേറ്റ് പോയതായിരിക്കും. വരുമ്പോ വരട്ടെ, മോളവിടെ ഇരിക്കും. പേരും കള്ളി.